526 കിലോമീറ്റർ റേഞ്ചും 39 മിനിറ്റ് ചാർജിങ് ടൈമായിട്ട് വരുന്ന നമ്മുടെ ഏറ്റവും പുതിയ കിയ സിറോസ് EV ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള രീതി തന്നെ കൊടുത്തേക്കുന്നു. പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നു. നമ്മളിപ്പോൾ കൊണ്ടുവന്ന ടോപ്പ് ആൻഡ് ട്രിമായ എക്സ്ലൈൻ വേരിയൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കിയ എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. മാറ്റ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു ഈ ഒരു എക്സ്ലൈൻ ഈ ഒരു മാറ്റ് ഫിനിഷിൽ മാത്രമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമ്മുടെ നോർമൽ സിറോസിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ചെറിയൊരു രീതിയിലുള്ള ഓപ്പണിങ് മാത്രമായിട്ട് കൊടുത്തേക്കുന്നു. അതിന് താഴെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു എയർ ഡാം കൊടുത്തേക്കുന്നു. അതിൻ്റെയും താഴെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തേക്കുന്നു. ഇവിടെ ഫോഗ് ലാംപ്സ് കൊടുത്തേക്കുന്നു, സെൻസേഴ്സ് കൊടുത്തേക്കുന്നു. പിന്നെ ആ ഒരു MFR എന്ന് പറയുന്ന മൾട്ടി ഫ്രെയിം റിഫ്ലക്ടറായിട്ട് വരുന്ന നമ്മുടെ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. DRLs കൊടുത്തേക്കുന്നു. വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. നമ്മൾ നേരത്തെ സീറോസ് കണ്ട അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹുഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പവർ ലൈൻസ് ഒക്കെ കൊടുത്ത് ഒരു SUVക്ക് വേണ്ട ഒരു സ്റ്റാൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോമിസിങ് അല്ലെങ്കിൽ ഒരു മസ്കുലർ ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് എടുത്ത് പറയണം. സൈഡ് ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലെവൽ 2 അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് ആണ് കാണുന്നത്. ഇനിയിപ്പം സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഒരു ഡയമണ്ട് കട്ട് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. 215/55 R17 ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തേക്കുന്നു. ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, 360 ഡിഗ്രി ക്യാമറ, പിന്നെ അതിൻ്റെ ഒരു കവറിംഗ് ഒക്കെ ആണെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തേക്കുന്നു. പില്ലറും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നു. റൂഫ് റെയിലും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തേക്കുന്നത് കാണാം. ഇത് നമുക്ക് ലോഡൊന്നും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പർപ്പസ് അല്ല, നോർമൽ ഒരു ഫാൻസി മെറ്റീരിയലായിട്ട് തന്നെ കൊടുത്തേക്കുന്നു. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കൊടുത്തേക്കുന്നു. അത് സ്ട്രീം ലൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഏറ്റവും താഴെ നമുക്ക് ആ ഒരു ക്ലാഡിങ്സിൻ്റെ അവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഏകദേശം നമുക്കൊരു സബ് 4 മീറ്റർ വെഹിക്കിളാണ്. 3995 mm ആണ് വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നത്. 2550 mm ആണ് വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വീൽ ബേസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഹിപ്പ് ഫോർമേഷനൊക്കെ കൊടുത്തേക്കുന്നു. നല്ല ഭംഗിയായിട്ട് കൊടുത്തേക്കുന്നു. ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തേക്കുന്നു. റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്പോയിലർ കൊടുത്തേക്കുന്നതാണ്. മുകളിൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻഡ് കൊടുത്തിട്ടുണ്ട്. ഫോഗേഴ്സ്, വൈപ്പർ, വാഷർ, സ്റ്റോപ്പ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നു. പിന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ താഴെ നമുക്ക് ബ്രേക്ക് ലൈറ്റ് ഇവിടെ ഏറ്റവും താഴെയാണ് വരുന്നത്. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നു, റിഫ്ലക്റ്റേഴ്സ് കൊടുത്തേക്കുന്നു, സെൻസേഴ്സ് കൊടുത്തേക്കുന്നു. ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു ഡിസൈൻ ഇവിടെയും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തേക്കുന്നു. ക്യാമറ കൊടുത്തേക്കുന്നു. കിയ എന്നുള്ള ബാഡ്ജിങ്, സിറോസ് EV എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നു. എക്സ്ലൈൻ എന്നുള്ള ട്രിമ്മിൻ്റെ പേരാണ് ആ ഒരു ബാഡ്ജ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹൈഡ്രോളിക് ആയിട്ടുള്ള രീതിയിലാണ് ബൂട്ട് ഓപ്പണിങ് കൊടുത്തേക്കുന്നത്. ഇവിടെ ചെറിയൊരു പാസർ ട്രേ കൊടുത്തേക്കുന്നു. ഏകദേശം ഒരു 390 ലിറ്ററോളം നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് എന്നുള്ള എടുത്ത് പറയണം. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ സിറോസ് EVയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു അട്രാക്റ്റീവായിട്ട് തന്നെ അത് കൊടുത്തേക്കുന്നുള്ള എടുത്ത് പറയണം. നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും നോർമൽ ഒരു ബ്ലാക്ക് ഫിനിഷും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സീറ്റിലേക്കൊക്കെ വന്നാലും നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗിലൊക്കെ ആണ് നമുക്കൊരു ഗ്രീൻ ഫിനിഷ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രീമിയം ഫീൽ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ ഒരു ഫിനിഷിലൂടെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. നമുക്കൊരു ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു 12.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ, നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് വന്നേക്കുന്നു. ഇവിടെ ഒരു 5 ഇഞ്ച് സ്ക്രീനിൻ്റെ അവിടെ നമുക്ക് AC കൺട്രോൾസ് ഒക്കെ കൊടുത്തേക്കുന്നു. ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ക്ലസ്റ്റർ കൊടുത്തേക്കുന്നു. മൊത്തത്തിൽ ആ ഒരു സ്ക്രീൻ നല്ല വലുപ്പത്തിൽ ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിസിക്കൽ ആ ഒരു നോബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ല, വോളിയം ബട്ടണൊക്കെ നമുക്കിങ്ങനെ ഈ രീതിയിൽ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ നമുക്ക് മാപ്പ്, സെർച്ച്, ഹോം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫിസിക്കൽ ബട്ടൺസ് കൊടുക്കുന്നത്. എല്ലാം നമുക്ക് ടച്ചിലേക്ക് പോകാതെ തന്നെ ആ ഒരു ബട്ടൺസ് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫാൻസിൻ്റെ ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മോഡ് കൊടുത്തേക്കുന്നു. ഇവിടെയും നമുക്ക് ആ ഒരു ഓട്ടോ AC അതിൻ്റെ ബട്ടൺ കൊടുത്തേക്കുന്നു. ടെമ്പറേച്ചർ കൺട്രോൾസ് കൊടുത്തേക്കുന്നു. ഇവിടെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സ്ക്രീനിലും നമുക്ക് അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഈ ഒരു ടച്ചിലേക്കൊക്കെ വരുമ്പോൾ അത് പെട്ടെന്നൊന്ന് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആവണമല്ലോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വരില്ല. ഇവിടെ നമുക്കൊരു ഫിസിക്കൽ ബട്ടൺസും കൊടുത്തേക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 100 വാട്ടിൻ്റെ ഒരു Type C പോർട്ട് കൊടുത്തേക്കുന്നു. നമുക്ക് ലാപ്പൊക്കെ ചാർജ് ചെയ്യാനാണെങ്കിലും അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നു.
ഇവിടെ നമുക്ക് ടൈപ്പ് സിയും ടൈപ്പ് എ പോർട്ടുമായിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നു. 12 വോൾട്ട് കൊടുത്തേക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നു. നമ്മുടെ എക്സിസ്റ്റിംഗ് സീറോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇ വിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ഈ ഒരു കൺസോളിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ക്ലാരിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ ഒരു കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യുന്നതിൻ്റെ ബട്ടൺ കൊടുത്തേക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുത്തേക്കുന്നു. ഇവിടെ നമുക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇങ്ങനെ കപ്പ് ഹോൾഡർ കൺവേർട്ട് ചെയ്തെടുക്കാം. അല്ലാതെ നമുക്ക് കപ്പ് ഹോൾഡർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ രീതിയിൽ ഇങ്ങനെ സ്പേസ് യൂസ് ചെയ്യാം. ഇവിടെ ഒരു നല്ലൊരു ആംറസ്റ്റ് കൊടുത്തേക്കുന്നു. അവിടെ ഒരു അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നു. ഇവിടെ എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നു. നമുക്ക് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. അല്ലാത്ത ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു റിക്ലൈനിങ് ആണെങ്കിലും സ്ലൈഡിങ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ടില്ലേ ഇലക്ട്രിക്കലി ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് 4-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തേക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് നല്ല എടുത്തു പറയണം. നമുക്ക് ഡീ കട്ട് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്രീൻ ഫിനിഷ് കൊടുത്തേക്കുന്നു. സെൻട്രലിലും കൊടുത്തേക്കുന്നു. ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി. ഇവിടെ ഇങ്ങനെ എളുപ്പമുണ്ട് അത് എടുക്കാനൊക്കെ. എക്കോ, നോർമൽ, സ്പോട്ട്, അങ്ങനെ അതിൻ്റെ ഒരു ക്ലസ്റ്ററിൽ ആ ഒരു ഫിനിഷ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. കണ്ടില്ല, ഇവിടെ കോമ്പസ് കാണാം. പിന്നെ നമുക്ക് ആഡാസിൻ്റെ ഒരു സെറ്റിങ്സ് ഒക്കെയാണ് അത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ്, ടെംറ്റി അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ അത്രയാണ് ആയത്. വളരെ വളരെ നീറ്റായിട്ടും നമുക്ക് വളരെ ആക്യുറേറ്റുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്രാഫിക്കൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നു. 62% ആണ് ഇപ്പോൾ ഒരു ചാർജ് കൊടുത്തേക്കുന്നത്. അതാണ് ആ കാണിച്ചേക്കുന്നത്. ഇവിടെയാണ് ഒരു ഡെഡിക്കേറ്റഡ് കോളം ഷിഫ്റ്റ് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിൻ്റെ ആ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ഇവിടെ കണ്ടില്ലേ ഒരു ഇ വി എന്നുള്ളൊരു ബട്ടൺ കൊടുത്തത്. ഇതാണ് നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടണായിട്ട് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പണ്ടൊക്കെ നമ്മൾ പഴയ അംബാസഡറിലൊക്കെ കാണുന്ന പോലത്തെ കോളം ഷിഫ്റ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന്. അത് ഈ രീതിയിലൊന്നും അല്ല, കുറച്ചുകൂടെ ഇച്ചിരി ഒരു അഗ്രസീവ് അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായിട്ടൊക്കെ പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പഴയ പ്രീമിയറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് എനിക്കിതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ട്രാക്ഷൻ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തേക്കുന്നു. പാർക്ക് ബ്രേക്കിൻ്റെ ആ ഒരു ബട്ടൺ കൊടുത്തേക്കുന്നു. ഓട്ടോ ഹോൾഡ്, പിന്നെ ഹെഡ് ലാമ്പ് ലെവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കണ്ടില്ല ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നു. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. ഇനിയിപ്പം ഈ ഒരു ഡോർ പോക്കറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അംബ്രല ഹോൾഡർ കൊടുത്തേക്കുന്നു. ഇവിടെ ഇങ്ങനെ അംബ്രല വെക്കാം. പിന്നെ ഹർമൻ ഗാർഡൻ്റെ 8 സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിൽ. പിന്നെ ഇവിടെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ ആ കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു ട്രിമ്മൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗ്രീൻ ഫിനിഷൊക്കെ വന്ന് ബ്ലാക്കും ആ ഒരു ഗ്രീൻ ഫിനിഷോടെ വന്ന് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. നമുക്ക് IRVM ഒക്കെ ഓട്ടോ IRVM ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തേക്കുന്നു. പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന നമ്മുടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു പാനോറമിക് സൺറൂഫ് കൊടുത്തേക്കുന്നു. കണ്ടില്ലേ, ഇത്രയും നമുക്ക് നല്ല വലിപ്പത്തിലുള്ള ഒരു ഓപ്പണിങ് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് റിയർ സീറ്റിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ഇവിടെ നമുക്ക് റിയർ സീറ്റിൽ ഇപ്പം എൻ്റെ ഈ ഒരു ഇരിക്കുന്ന പൊസിഷൻ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളത്. കണ്ടില്ലേ, ഞാൻ ഇരിക്കുന്നതല്ലോ വളരെ കംഫർട്ടബിൾ ആണ് ഇരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ റിക്ലൈൻ ചെയ്ത് നല്ല ഇത്രയും രീതിയിൽ, ഇതിപ്പോൾ മാക്സിമം ആണ് ഞാൻ ഇട്ടേക്കുന്നത്, ഇത്രയും രീതിയിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു ബാക്കിൽ ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും മതി, ഇങ്ങനെ ഇത്രയും മതി. ഇതാകുമ്പോൾ നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു കംഫർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തേക്കുന്നു, ആം റെസ്റ്റ് കൊടുത്തേക്കുന്നു, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നു. വേറൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്കിലത്തെ സീറ്റിലും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തേക്കുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഇത് നമുക്ക് സ്ലൈഡും ചെയ്യാം. ഇങ്ങനെ ഇട്ടിരിക്കാം. അതുപോലെ തന്നെ ഇത്രയും ഇങ്ങനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നു. പിന്നെ സീറ്റ്സ് ഒക്കെ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ കൊടുത്തേക്കുന്നു. ഇവിടെ നമുക്ക് ഐസോഫിക്സ് ആങ്കറേജ് കൊടുത്തേക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹോൾഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് ഇട്ട് കിടന്ന് അടിക്കത്തില്ല, അങ്ങനെ ആ ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാനോറാമിക് സൺറൂഫിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു എയറി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മാനുവലി ഉയർത്തി വെക്കാവുന്ന ബ്ലൈൻഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് 2 AC വെൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ ഒക്കെ നമുക്ക് അതിന് കിട്ടുന്നുണ്ട്.
2 ടൈപ്പ് സി പോർട്ട് കൊടുത്തേക്കുന്നു. അതിന് താഴെ നമുക്കിവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നു, മൊബൈൽ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് പോക്കറ്റ്സ് ഒക്കെ ഇവിടെ 2 സൈഡിലും കൊടുത്തേക്കുന്നു. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മൊബൈൽ വെക്കാനുള്ള ഒരു ഹോൾഡർ അവിടെയും കൊടുത്തേക്കുന്നു. അത് നല്ലൊരു തോട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വെഹിക്കിൾ ടു ലോഡ് എന്നുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്ലഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തേക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ബാറ്ററി പാക്കാണ് വരുന്നത്. ഒന്ന് 42 kWh ബാറ്ററി പാക്കും വരുന്നുണ്ട്, ഒന്ന് 51.4 kWh ബാറ്ററി പാക്കുമാണ് വരുന്നത്. ഈ എക്സ്-ലൈൻ എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് ട്രിമ്മിൽ നമുക്ക് ഒരു വലിയ ബാറ്ററി പാക്ക് മാത്രമാണ് വരുന്നത്. അതായത് 51.4 kW ആ ഒരു ബാറ്ററി പാക്ക് മാത്രമാണ് വരുന്നത്. ബേസ് വേരിയൻറ്റ് ആണ് നമുക്ക് ഒരു 42 kWh ബാറ്ററി പാക്ക് വരുന്നത്. അത് വന്നിട്ട് HTK പ്ലസ് HTX ഇങ്ങനെ 3 വേരിയൻറ്റുകളിലാണ് അത് വരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു 51ലേക്ക് വരുമ്പോഴത്തേക്ക് HTK പ്ലസ് HTX പ്ലസ് എക്സ്-ലൈൻ ഇങ്ങനെ 4 വേരിയൻറ്റുകളാണ് ഈ ഒരു 51.4 kW ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റുകൾ വരുന്നത്. ഇതിൻ്റെ ഒരു ബേസ് ട്രിം നമുക്ക് ഓൺ റോഡ് ഒരു 16 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇതിൻ്റെ നമ്മളിന്നിപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ടോപ്പ് ആൻഡ് ട്രിം നമുക്ക് ഓൺ റോഡ് നമുക്കൊരു 23 lakhsോളം നമുക്ക് അപ്രോക്സിമേറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറോസ് CV നമുക്ക് 2 ബാറ്ററി പാക്കിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് 42 kW ഒന്ന് 51.4 kWh ബാറ്ററി പാക്കിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ 526 km റേഞ്ച് വരുന്നത് 51.4 kW. നമുക്ക് 42ലേക്ക് വരുമ്പോൾ ഏകദേശം 443 km റേഞ്ച് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 171 PS ആണ് നമുക്ക് വരുന്നത്. 255 Nm ടോർക്ക് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിളിനെ പറ്റിയുള്ള ഒരു അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.